ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് സൗണ്ട് ട്രാൻസ്ഡ്യൂസേഴ്സ് ആണ്. സൗണ്ട് ട്രാൻസ്ഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മുന്നേ ബിഫോർ വാട്ട് ഈസ് എ സൗണ്ട് ഈസ് എൻ എനർജി ദാറ്റ് പ്രൊപ്പഗേറ്റ്സ് വേവ് ത്രൂ എ ട്രാൻസ്മിഷൻ മീഡിയം. ട്രാൻസ്മിഷൻ മീഡിയം എന്ന് പറയുമ്പോൾ ഗ്യാസ് ആവാം, ലിക്വിഡ് ആവാം, സോളിഡ് ആവാം. സൗണ്ട് എന്ന് പറയുന്നത് ഒരു വേവ്സ് വഴി നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ് സൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് സൗണ്ട് ട്രാൻസ്ഡ്യൂസേഴ്സ് ഈസ് എ മെഷർമെൻറ്റ് അല്ലെങ്കിൽ ഈസ് എൻ ഇൻസ്ട്രുമെൻറ്റ് ടു മെഷർ ദി സൗണ്ട് അല്ലെങ്കിൽ ടു കൺവേർട്ട് ദ സൗണ്ട് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി ഓർ ഇലക്ട്രിക്കൽ എനർജി ഇൻ ടു സൗണ്ട് എനർജി. സൗണ്ട് ട്രാൻസ്ഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ് എ instrument which helps to convert sound energy into electrical energy or electrical energy into sound energy. ഓക്കെ, അത് ഈ സൗണ്ട് ട്രാൻസ്ഡ്യൂസേഴ്സ് രണ്ട് ടൈപ്പിലുണ്ട്. ഒന്ന്, സൗണ്ട് എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? നോർമലി നമ്മൾ ഇൻപുട്ട് സൗണ്ട് ട്രാൻസ്ഡ്യൂസർ അല്ലെങ്കിൽ സൗണ്ട് ട്രാൻസ്ഡ്യൂസർ, ഇൻപുട്ട് സൗണ്ട് ട്രാൻസ്ഡ്യൂസർ, അതും അല്ലെങ്കിൽ ഇൻപുട്ട് ട്രാൻസ്ഡ്യൂസേഴ്സ് എന്ന് പറയും. ഇനി ഇത് ഓപ്പോസിറ്റാണ്. ഇലക്ട്രിക്കൽ എനർജി ഇൻ ടു സൗണ്ട് ആണെങ്കിൽ ഇതിനെ നമ്മൾ ഇൻവേഴ്സ് സൗണ്ട് ട്രാൻസ്ഡ്യൂസർ അല്ലെങ്കിൽ ഔട്ട്പുട്ട് സൗണ്ട് ട്രാൻസ്ഡ്യൂസർ, അതും അല്ലെങ്കിൽ ഔട്ട്പുട്ട് ട്രാൻസ്ഡ്യൂസർ എന്ന് പറയും. മൈക്രോഫോണാണ് സൗണ്ട് ട്രാൻസ്ഡ്യൂസറിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ. ഇവിടെ ഡയഗ്രത്തിൽ കൊടുത്തിരിക്കുന്നത് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ഡിവൈസ് ആയിട്ടുള്ള മൈക്രോഫോൺ ആക്സെപ്റ്റ് ചെയ്യും. എന്താണ് ഇൻപുട്ട് സിഗ്നൽ? നമ്മുടെ സൗണ്ട്. അത് അവിടെ നിന്ന് എങ്ങോട്ട് പാസ് ചെയ്യും? ആംപ്ലിഫയറിലെത്തിയിട്ട് അതിനെ കൺവേർട്ട് ചെയ്തിട്ട് ആംപ്ലിഫൈ ചെയ്തിട്ട് ഇലക്ട്രിക്കൽ സിഗ്നൽ ആയിട്ട് മാറ്റും. വേവ്സ് ആക്കിയിട്ട് മാറ്റിയിട്ട് അതിനെവിടേക്ക് പാസ് ചെയ്യും? ലൗഡ് സ്പീക്കറാണ് നമ്മുടെ ഔട്ട്പുട്ട് ഡിവൈസ്. ലൗഡ് സ്പീക്കറിലെത്തുമ്പോൾ അത് വീണ്ടും സൗണ്ട് എനർജി ആയിട്ട് മാറി നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഇൻപുട്ട് ഡിവൈസിൽ മൈക്രോഫോൺ എന്ത് പറയുന്നു? ഇൻപുട്ട് സൗണ്ട് ട്രാൻസ്ഡ്യൂസറും അപ്പുറത്തെത്തുമ്പോൾ അത് ഇൻവേഴ്സാണ്. അപ്പോൾ ഇൻവേഴ്സ് സൗണ്ട് ട്രാൻസ്ഡ്യൂസർ അല്ലെങ്കിൽ ഔട്ട്പുട്ട് സൗണ്ട് ട്രാൻസ്ഡ്യൂസറാണ് ആര്? ലൗഡ് സ്പീക്കർ എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ സൗണ്ട് ലെവൽ മീറ്റേഴ്സ് നമ്മളെന്താണ് നമ്മൾ മൈക്രോഫോൺ, അതായത് നമ്മുടെ സൗണ്ട് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സൗണ്ട് എനർജി ടു ഇലക്ട്രിക്കൽ എനർജി അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി ടു സൗണ്ട് എനർജി മെഷർമെൻറ്റ് ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ്. മൈക്രോഫോൺസാണ് നമ്മൾ അക്യൂസ്റ്റിക്കായിട്ട് മെഷർമെൻറ്റ്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതിൽ ബേസിക് ഡയഗ്രാമാണ് താഴെ തന്നിരിക്കുന്നത്. ആ ബേസിക് ഡയഗ്രത്തിൽ മൈക്രോഫോൺ വഴി പാസ് ചെയ്യുന്നു. അത് പ്രീ ആംപ്ലിഫയർ അതിനെ ആംപ്ലിഫൈ ചെയ്തിട്ട് വെയിറ്റിംഗ് നെറ്റ്വർക്കിലേക്ക് ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് പാസ് ചെയ്യും. അവിടെ നിന്ന് വീണ്ടും അതിനെ ആംപ്ലിഫൈ ചെയ്തിട്ട് ആ ഇലക്ട്രിക്കൽ സിഗ്നൽസിനെ എങ്ങോട്ട് പാസ് ചെയ്യും? ഔട്ട്പുട്ട് ജാക്കിലേക്ക് പാസ് ചെയ്യും. ഔട്ട്പുട്ട് ജാക്കിൽ നിന്ന് അത് എന്ത് ചെയ്യും? റെക്ടിഫയറിലേക്ക് പാസ് ചെയ്യും. റെക്ടിഫയറിൽ നിന്ന് അത് ഡിസ്പ്ലേ യൂണിറ്റിലേക്ക് എത്തും. ഡിസ്പ്ലേ യൂണിറ്റിൽ നിന്നാണ് എവിടേക്ക് പാസ് ചെയ്യുന്നത്? ഡിസ്പ്ലേ യൂണിറ്റാണ് എന്ത്? നമ്മുടെ ഒന്നില്ലെങ്കിൽ എന്താ പറയുക, റെക്കോർഡിംഗ് ഏരിയ അല്ലെങ്കിൽ നമ്മുടെ ലൗഡ് സ്പീക്കറിൻ്റെ ഏരിയ. ഇതിൽ ഈ ഇലക്ട്രിക്കൽ സിഗ്നലിനെ എന്ത് ചെയ്യും? ആംപ്ലിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ സ്പീക്കർ വഴി പോകുന്നതിനെ ആംപ്ലിഫൈ ചെയ്യാണ് പ്രീ ആംപ്ലിഫയർ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് അതിനെ മോഡിഫൈ ചെയ്തിട്ട് വെയിറ്റിംഗ് നെറ്റ്വർക്കിലേക്ക് പാസ് ചെയ്യും. അതിനുശേഷം ആ ആംപ്ലിഫൈ ചെയ്ത് അതിനെ വീണ്ടും ആംപ്ലിഫയർ വെച്ചിട്ട് ആംപ്ലിഫൈ ചെയ്യും. ഈ ആംപ്ലിഫൈ ചെയ്യുന്ന സിഗ്നൽസിനെ പിന്നെ എന്ത് ചെയ്യും? കൺവേർട്ട് ചെയ്ത് ആൾട്ടറിങ് കറണ്ടിനെ ഡയറക്റ്റ് കറണ്ട് ആക്കിയിട്ട് പാസ് ചെയ്യും. കറണ്ടാക്കി മാറ്റി സിംഗിൾ പാസ് ചെയ്യും. അത് ആരാ ഹെൽപ്പ് ചെയ്യുന്നത്? ഡിസ്പ്ലേ മീറ്ററാണ് അതിനു വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. അത് ഈ ഡിസ്പ്ലേ മീറ്റർ അതുപോലെ എന്ത് ചെയ്യും? ആ സൗണ്ടിൻ്റെ എത്ര സൗണ്ടിൻ്റെ വേരിയേഷൻ എങ്ങനെ, സൗണ്ട് പ്രഷർ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ഡെസിബലിൽ കാൽക്കുലേറ്റ് ചെയ്യും. അതിനനുസരിച്ച് അതിനെ പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്തിട്ടാണ് നമുക്ക് കേൾക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മളെ കേൾപ്പിക്കുന്നത്. ഇതാണ് സൗണ്ട് ലെവൽ മീറ്റേഴ്സ് എന്ന് പറയുന്നത്. സൗണ്ട് ലെവൽ മീറ്റേഴ്സിൽ എന്തൊക്കെയാണ് സ്റ്റെപ്സ് എന്ന് പറയുന്നത്? നമ്മൾ പറയുന്ന സൗണ്ട് മൈക്രോഫോൺ ത്രൂ പോയി പ്രീ ആംപ്ലിഫയറിന് ആംപ്ലിഫൈ ചെയ്ത് വെയിറ്റിംഗ് നെറ്റ്വർക്കിലേക്ക് പോയി അവിടെ നിന്ന് ആ ഇലക്ട്രിക്കൽ സിഗ്നൽ വീണ്ടും ആംപ്ലിഫയറിലേക്ക് പോയിട്ട് രണ്ട് ആംപ്ലിഫയറാണ്, പ്രീ ആംപ്ലിഫയറും ആദ്യം പോകുന്നതിനെ ഫിൽട്ടർ ചെയ്ത് പ്രോപ്പറായി ആംപ്ലിഫൈ ചെയ്ത് വെയിറ്റിംഗ് നെറ്റ്വർക്കിലേക്ക് പോയി ഇലക്ട്രിക് സിഗ്നലായിട്ട് പോയി
ആ ഇലക്ട്രിക് സിഗ്നലിനെ വീണ്ടും ഒന്നും കൂടെ ആംപ്ലിഫൈ ചെയ്തിട്ട് ഔട്ട്പുട്ട് ലാഗിലേക്ക് പാസ് ഇൻ ബിറ്റ്വീനിലുള്ള അവിടെ വെച്ചിട്ട് റെക്ടിഫയർ വെച്ച് റെക്ടിഫൈ ചെയ്ത് കറക്റ്റ് സൗണ്ട് സിഗ്നൽസിനെ റെക്ടിഫൈ ചെയ്ത് ആ ഇലക്ട്രിക്കൽ സിഗ്നൽ എവിടേക്ക് എത്തിക്കുന്നു, ഡിസ്പ്ലേ ഡിവൈസിലേക്ക് എത്തിക്കുന്നു. ഈ ഡിസ്പ്ലേ ഡിവൈസ് എന്ത് ചെയ്യും, അതിന് ആ റെക്ടിഫയർ എന്താ ചെയ്യുന്നത്, എന്താ പറയുക, ഡയറക്റ്റ് കറണ്ടായിട്ട് കൺവേർട്ട് ചെയ്യാണ്. ഈ ഡയറക്റ്റ് കറണ്ടായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്താണ് ഡിസ്പ്ലേ ഡിവൈസ് നടക്കുന്ന ഇത്, അവിടുന്ന് ആ സൗണ്ടിൻ്റെ പ്രഷർ കാൽക്കുലേറ്റ് ചെയ്ത് എത്ര ഡെസിബിളിലാണെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് അതിനെ റീഅറേഞ്ച് ചെയ്തിട്ട് നമുക്ക് കേൾക്കാൻ പറ്റുന്ന രീതിയിലുള്ള സൗണ്ടാക്കിയിട്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതാണ് സൗണ്ട് ലെവൽ മീറ്റേഴ്സിൽ നടക്കുന്ന വർക്ക് എന്ന് പറയുന്നത്.